ഹായ് ഗൈസ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് 2024 ഇലക്ഷനിൽ ഇന്ത്യയിൽ ഭരണമാറ്റത്തിന് വേണ്ടിയാണ് അമേരിക്ക 21 മില്യൺ US$ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഈ USAID പ്രശ്നം കുറേ മാസങ്ങളായിട്ട്, അതായത് ട്രംപ് വന്നതിന് ശേഷം കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് വലിയ പ്രശ്നമാണ്. ട്രംപ് ഇലക്ഷൻ കഴിഞ്ഞ ആ സമയം തൊട്ടേ ഇത് ചർച്ചാ വിഷയമായി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമ്മളും ഇതിനെക്കുറിച്ച് ഇപ്പോൾ 4-5 വീഡിയോ ആണ്. അതായത് US ഫണ്ട്, കുറെ ഫണ്ട് 21 മില്യണോളം ഇന്ത്യയിലോട്ട് വന്നു എന്ന്. അപ്പോൾ ഈ USAID ഈ 21 മില്യൺ ഇന്ത്യയിലോട്ട് കൊടുത്തു എന്ന് പറയുന്നത് ഇവര് എന്തിനാ കൊടുത്തേ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, അതായത് വോട്ടേഴ്സിന്റെ ഉള്ളിൽ, അതായത് അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് 21 മില്യൺ കൊടുത്തേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 21 മില്യൺ കൊടുത്തുകൊണ്ട് ഇവര് ഇന്ത്യൻ വോട്ടേഴ്സിന്റെ ഉള്ളിൽ എന്ത് അവയർനെസ് ആണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ഉത്തരമില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് ട്രംപ് റീസെന്റ് ആയി പറഞ്ഞത്. അതായത് ഈ ഒരു 21 മില്യൺ വോട്ടേഴ്സ് ടേൺ ഓവർ റേഷ്യോ, അതായത് വോട്ടേഴ്സ് ടേൺ ഓവർ ഫണ്ട് എന്ന് പറയുന്ന ഈ ഫണ്ട് കംപ്ലീറ്റ് ആയിട്ടും നിർത്താൻ പോകുകയാണ്. അങ്ങനെ നിർത്തുന്ന മാത്രമല്ല, ട്രംപ് പറഞ്ഞിരിക്കുന്നത് വെറും $2 അമേരിക്കയിലോട്ട് റഷ്യയുടെ വക എന്തേലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ US-ലുള്ള എല്ലാ പാർട്ടികളും തുടങ്ങുമല്ലോ, അതായത് US-ന്റെ ഇലക്ഷനിൽ റഷ്യ അട്ടിമറിച്ചു എന്ന്. പക്ഷെ അതേപോലെ തന്നെ ഈ 21 മില്യൺ ഇന്ത്യയിലോട്ട് എങ്ങനെ പോയി, എന്തിനു പോയി എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ പാർട്ടികൾക്ക് ഒരു ഉത്തരമില്ലാത്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഗവൺമെന്റുമായി അദ്ദേഹം ഡിസ്കസ് ചെയ്തു. അപ്പോൾ 2024 ഇലക്ഷനെ അട്ടിമറിക്കാൻ വേണ്ടി അവിടെ നിന്ന് ഈ $21 മില്യൺ ഇവിടെയുള്ള പല പ്രമുഖ കമ്പനികൾക്കും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അങ്ങനെയുള്ള രീതിയിലോട്ട് കൊടുത്തുകൊണ്ട്, അതായത് ആക്ടിംഗ് പാർട്ടിയിലൂടെ ചതിച്ചുകൊണ്ട്, അതായത് മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കെല്ലാം തന്നെ കൂടുതലും ക്യാമ്പയിൻ ചെയ്യുകയും അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്നാണ് ട്രംപ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതേ രീതിയിലാണ് ഈ 21 മില്യൺ ഇന്ത്യയിൽ ഉപയോഗിച്ച പോലെ തന്നെ ലോകത്തുള്ള പല രാജ്യത്തും ഇതുവരെയും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും വലിയ ഒരു രീതിയിലാണ് ഇപ്പോൾ അലിഗേഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ ഒരു അലിഗേഷൻസ് തെറ്റാണ് എന്ന് പറയാനും ഇവർക്ക് കൃത്യമായ ഒരു ഡാറ്റ ഇല്ല. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഇതിനെ കുറിച്ച് കൃത്യമായി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അത് ഏതെല്ലാം കമ്പനികളാണ് ഉള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്ത് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഇന്ത്യൻ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം അത്ര സിമ്പിളായി എടുത്തു കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ നാട്ടിൽ സ്വതന്ത്രത്തോടെ നടക്കുന്ന ഈ ഒരു ഇലക്ഷനിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി US-ന് ഒരു വിദേശകാര്യ ഫണ്ട് ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാനും അതിന്റെ പിന്നിലുള്ള കമ്പനികളെയും അതിന്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാം തന്നെ കൃത്യമായി മോണിറ്റർ ചെയ്യാൻ ഒരു പ്രത്യേക നിയമം തന്നെ ഇന്ത്യയിൽ കൊണ്ടുവരണം എന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. ഇതിനെയാണ് ആക്റ്റീവായിട്ട് BJP സർക്കാർ തുടക്കം തൊട്ടേ പറയുന്നത്. അതായത് US എല്ലാം തന്നെ ഇന്റർഫിയർ ചെയ്യുന്നുണ്ട്.